ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമാകുമ്പോൾ ഇതിനകം നിരവധി പേരാണ് യുദ്ധത്തിന്റെ ഇരകളായത്. ജീവനു വേണ്ടി നിലവിളിക്കുന്ന ശബ്ദങ്ങളെ പുറത്തുവരുന്ന ഓരോ ദൃശ്യങ്ങളിലും കേൾക്കാം. 50 വർഷത്തിനിടെ ഇസ്രായേലിന്റെ ഏറ്റവും മോശം സുരക്ഷാ പരാജയമാണ് ഇപ്പോൾ നടന്നതെന്ന് ചില ഇസ്രായേലി ഔട്ട്ലെറ്റുകൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയും അഭ്യർത്ഥിച്ചു. താൻ ആക്രമത്തെ ഭയത്തോടും ദുഃഖത്തോടെയുമാണ് കാണുന്നതെന്നും ദയവായി ആക്രമണങ്ങൾ നിർത്തൂ എന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. ഭീകരവാദവും യുദ്ധവും ഒരു പരിഹാരവും കൊണ്ടുവരുന്നില്ല, മറിച്ച് അനേകം നിരപരാധികൾക്ക് മരണവും കഷ്ടപ്പാടും മാത്രമാണ് ഉണ്ടാക്കുന്നത്. യുദ്ധം പരാജയമാണ്, എല്ലാ യുദ്ധങ്ങളും പരാജയമാണ്. ഒക്ടോബർ മാസം ജപമാലയ്ക്കായി സമർപ്പിക്കപ്പെട്ടതാണ്. യുദ്ധവും സംഘർഷവും കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ലോകത്തിലെ അനേകം രാജ്യങ്ങൾക്ക് സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സമാധാനവും യോജിപ്പും നടപ്പിലാക്കുന്നതിനുള്ള ഇടപെടലിൽ ലോക നേതാക്കളെ പ്രചോദിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ജെറുസലേം എല്ലാ ജനങ്ങൾക്കും പ്രാർത്ഥനാ ഭവനമാകട്ടെ എന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലെ ആക്രമണത്തിൽ പങ്കില്ലെന്ന് ഇറാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഭീകരപ്രവർത്തനങ്ങളിൽ ഇരുപക്ഷത്തുമായി 1000-ഓളം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിനിടെ ഇസ്രായേൽ കരയുദ്ധത്തിനും ഒരുങ്ങിയിട്ടുണ്ട്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇസ്രായേലിലേക്ക് എത്തും. എന്നാൽ ഹമാസിനെ ഇറാൻ പിന്തുണയ്ക്കുന്നുണ്ടെന്നും ഹമാസിന് ആവശ്യമായ യുദ്ധസാമഗ്രികൾ അവർ നൽകുന്നുണ്ടെന്നും ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ നൌൻ ഗിലോൺ ആരോപിച്ചു. ഈ ക്രൂരതയ്ക്ക് പിന്നിലെ ഭീകരർ വലിയ പ്രത്യാഘാതങ്ങൾ ഏൽക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ അതിന്റെ വ്യവസ്ഥകൾക്കനുസൃതമായി എത്രയും വേഗം ഭീകരർക്ക് മറുപടി നൽകുമെന്നും നൌർ ഗിലോൺ വ്യക്തമാക്കി. ഇറാൻ ഈ ആക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമാണ്. അവർ ഭീകരർക്ക് ആവശ്യമായ ആയുധ പരിശീലനം നൽകുന്നതിനെക്കുറിച്ചും ഞങ്ങൾക്കുറപ്പുണ്ട്. ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയാണ് ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ആക്രമണത്തിൽ ഇറാൻ ഭീകര സംഘടനയെ സഹായിക്കാനുള്ള സാധ്യത ഇസ്രായേൽ തള്ളിക്കളയില്ല അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു. യഹൂദരുടെ അവധിക്കാലമായ സിംചത്ത് തോറയുടെ ആചരണത്തിന്റെ തുടക്കമായ ഒക്ടോബർ 7 അതിരാവിലെയാണ് ഇസ്രായേലിന്റെ അതിർത്തിക്കുള്ളിൽ കടന്ന് ഹമാസ് അപ്രതീക്ഷിത ആക്രമണങ്ങൾ ആരംഭിച്ചത്. തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിന് കനത്ത തിരിച്ചടിയുമായി ഇസ്രായേലും രംഗത്തിറങ്ങിയതോടെ ഗാസ യുദ്ധക്കളമായി മാറുകയായിരുന്നു.